അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുളപ്പിച്ച പയറുകൾ കൊണ്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറിക്ക് വേണ്ടി ബ്രൗൺ കടലയും ചെറുപയറും പിന്നെ പയറിൻ്റെ കുരുവൊക്കെയാണ് മുളപ്പിച്ചെടുത്തത്. ഇതെല്ലാം കൂടി ഒരു 300 ഗ്രാം ഉണ്ട്. ഇതൊരു പ്രാവശ്യം കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, ജസ്റ്റ് കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി പാത്രം നന്നായിട്ട് ചൂടാവുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകം ചേർക്കാം. ജീരകം ഈ ഒരു കളറ് വരുമ്പോൾ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് ചേർക്കാം. കുറച്ച് വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഇളം ബ്രൗൺ കളറായി വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. 2 മീഡിയം സൈസിലുള്ള തക്കാളി ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്പൂണ് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം വേവിച്ച പയറുകൾ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുളിനാരങ്ങേൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ട് 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർക്കാം. 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം. അല്പം മല്ലിയിലയും ചേർക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം 1 സ്പൂണ് പശുനെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.